എല്ലാവരും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. കാരണം നാളെ ഒരു സമയത്ത് ഞാൻ എൻ്റെ മക്കളെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ ആരാണെന്നും കാരണം എന്തുകൊണ്ടാണെന്നും എല്ലാവരും അറിയണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ നാളെ ഒരു വിസ്മയയോ അല്ലെങ്കിൽ ഉത്രയോ ഒക്കെ ആയിക്കൊള്ളും. അതിന് മുമ്പേ എല്ലാവരും അറിയണം. കാരണം എന്തിനാണ് ആ കൊച്ചിങ്ങനെ ചെയ്തത്. ഇപ്പം എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒരുപാട് പേര്, ഞാൻ റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഫേമസ് ആണെന്നല്ല, കുറച്ച് പേരെങ്കിലും കാണുന്നവരുണ്ടല്ലോ, എന്നെ അറിയാത്തവരും അറിയുന്നവരും എല്ലാവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാവരും അറിയണം. കാരണം ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ കള്ളം പറയുമല്ല. കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള പ്രൂഫെല്ലാം ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്ത് വച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ജീവിക്കാൻ വയ്യ. ഞാൻ കല്യാണം കഴിക്കുന്നത് 2016. അന്ന് എനിക്ക് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പക്വതയോ അല്ലെങ്കിൽ സ്വർണം കൂട്ടി വെച്ചാൽ നമുക്ക് നാളെ ഉപയോഗിക്കാമെന്നോ അങ്ങനെ ഒരു പക്വതയുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. 2016 സെപ്റ്റംബർ 8 എൻ്റെ കല്യാണം കഴിയുന്നു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഞങ്ങളുടെ മുറിയിൽ, എന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയ നമ്മുടെ മുറിയിൽ വന്നിരിക്കുന്നു. എൻ്റെ സ്വർണ്ണം എല്ലാം എടുക്കുന്നു. സാധുപുരം ജുവലേഴ്സിൽ, കായംകുളം സാധുപുരം ജുവൽസിൽ കൊണ്ടുവന്ന് ഇതെല്ലാം വിൽക്കുന്നു. ഇവർക്ക് കടമുണ്ട്. അപ്പോൾ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പറഞ്ഞ് ഈ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്നു. ആ സമയത്ത് എനിക്കറിയത്തില്ല, എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് നമുക്കിതിനെ പറ്റിയുള്ള അറിവുകളോ പക്വതകളോ, അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ, അച്ഛനും അമ്മയ്ക്കും നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വർണം കൊണ്ടുവന്ന് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇവരുടെ കടം തീരുന്നില്ല. അങ്ങനെ ഒരു വർഷത്തോളം നല്ല സ്നേഹമായിരുന്നു. പിന്നെ ഒരു വർഷം അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്ത് ഒന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിലോ, ജോലി ചെയ്യുന്ന ഒരു ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാണ് എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ പുള്ളിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരുന്നു കാശ് മേടിക്കുന്നത്. കാരണം പുള്ളിയുടെ ശമ്പളം മുഴുവൻ അയാളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് അച്ഛനായിരുന്നു. എനിക്കൊന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ റീചാർജ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും നമ്മളൊരു വഴക്കിനോ ഒന്നിനും പോയിട്ടൊന്നുമില്ല. കാരണം ഒരു വർഷത്തോളം നല്ല സ്നേഹമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ബാക്കി കടം കൂടെ തീർക്കണം, അതിന് ലോൺ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിന് ഒരു സമ്മതക്കുറവുണ്ടായപ്പോൾ അന്ന് തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പീഡനം എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ വിടത്തില്ല, എൻ്റെ അമ്മയെ വിളിക്കാൻ സമ്മതിക്കത്തില്ല, ആരെയും വിളിക്കാൻ സമ്മതിക്കത്തില്ല. അവർ ഇത്രയും സ്വർണ്ണമൊക്കെ കൊടുത്ത് എന്നെ വിട്ടിട്ട് അവരാരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് പട്ടിയുടെ വില കൊടുക്കത്തില്ല. കാരണം എന്നെ അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും വയ്യാതിരുന്ന് എന്നെ ഒന്ന് വാ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എൻ്റെ അയലത്തുള്ള ഒരു സ്ത്രീയുടെ നമ്പർ ഇവരെവിടുന്നോ ഒപ്പിച്ച് എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണോ എന്ന് തിരക്കിയിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ 6 മണിക്ക് 5:45 ആ ഒരു സമയത്ത് അമ്മായി അച്ഛൻ എൻ്റെ കതകിൽ വന്ന് തട്ടുമായിരുന്നു, എഴുന്നേക്കെന്നും പറഞ്ഞ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ വീട്ടിൽ എന്നെ പട്ടിയെപ്പോലെ ഇട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്, പട്ടിയെപ്പോലെ. എപ്പോഴും കാശിനിടിയായിരുന്നു, എപ്പോഴും ഇടിയായിരുന്നു. അങ്ങനെ എനിക്ക് സഹിക്കാൻ വയ്യാതെ എൻ്റെ രണ്ടാമത്തെ മോനെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് 5 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ പൊഴിയിൽ നിന്ന് എടുത്ത് ചാടി. പൊഴിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ കടലും കായലും കൂടെ ചേരുന്ന സ്ഥലത്ത്, അവിടെ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് കുഞ്ഞാണ്. എന്ന് വെച്ചാൽ 20 ആ ഒരു പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്, 20-21 വയസ്സ്. അപ്പം ആ സമയത്ത് നമുക്കിതൊന്നും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇടിച്ച് നിൽക്കാനോ ഉള്ള ഒരു ഇതും ഇല്ലാത്തത് കൊണ്ട്, മാനസികമായിട്ട് നമ്മൾ തകർന്നതുകൊണ്ടും ഞാൻ എടുത്ത് ചാടിയത്. പക്ഷേ എന്നെ ഒരു ചേട്ടൻ രക്ഷിച്ച് പിന്നെയും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ എൻ്റെ അമ്മ മരിച്ച്, അമ്മയില്ലാതായി. അങ്ങനെ എനിക്ക് വിഷമം പറയാൻ പോലും എനിക്ക് ആരും ഇല്ലാത്ത അവസ്ഥയായി. എന്നിട്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം
എനിക്ക് പിന്നെ ലോൺ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ലോൺ എടുത്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ, കാരണം നമുക്കിനിയും അങ്ങോട്ട് ചിലവുകളാണല്ലോ, കുഞ്ഞുങ്ങൾ വളരുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലോട്ട് വന്നായിരുന്നു. ആ സമയത്താണ് ഇവർ ലോൺ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത സമയമായതുകൊണ്ട് ഞങ്ങൾ മീററ്റിൽ നിന്ന് ഒരു വക്കീലിനെ കണ്ട് പവർ ഓഫ് അറ്റോർണി ഇവർക്ക് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ട് നമ്മൾ അത് ഇവർക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം തെളിവാണ്. ഇത് സുന്ദരം ഹോം ഫിനാൻസ് എന്ന് പറയുന്നൊരു ഫിനാൻസ് നമ്മൾ ലോൺ എടുത്തത്. ഞങ്ങൾ ആ ബാങ്കുകാരുമായിട്ട് നേരിട്ടൊരു ബന്ധമോ ഇന്ന് ഈ നിമിഷം വരെയുമില്ല. ഒരു ബന്ധമോ നമ്മളൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് ഇവരാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഈ തുക വന്ന് ഈ തുക നമ്മൾ SBIയിൽ ഇതെല്ലാം അതിൻ്റെ ഈ SBIയിൽ എല്ലാം നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ്, വർഷവും ഡേറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത്. അപ്പോൾ എൻ്റെ സ്വർണം എടുത്തതാണെങ്കിലും എല്ലാം ചെയ്തത് ഇവരാണ്. എന്നിട്ട് എനിക്കിപ്പോൾ 3 മക്കളുണ്ട്, 2 മോന്മാരും 1 മോളും ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കുന്ന ചിലവ് ഞാൻ പറയാതെ തന്നെ മക്കളുള്ള അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് 3 മക്കളുണ്ട്. 3 പേരുടെയും കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഈ ലോൺ അടവും. എൻ്റെ ഭർത്താവ് ഒരു സാധാ പട്ടാളക്കാരനാണ്, അല്ലാതെ ഈ പട്ടാളത്തിലെ പ്രത്യേക വിഭാഗക്കാരൊന്നും അല്ല, ഓഫീസർമാർ ആ ഒരു ലെവലിലുള്ള ആളൊന്നും അല്ല, ഒരു സാധാ പട്ടാളക്കാരനാണ്. അപ്പോൾ ഈ ലോണും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. പിന്നെ അവരുടെ ചിലവ് നടത്താൻ പോലും ഒന്നും കാണത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇപ്പം ആകെ ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ അതുമാത്രമല്ല, ഞങ്ങളിപ്പോൾ മീററ്റിൽ നിന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ലോൺ അടച്ചുകൊണ്ടിരിക്കുക. ഈ സുന്ദരം ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഫിനാൻസിൽ നമ്മൾ ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് എടുപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കാം, 26,000 സംതിങ് 27,000 രൂപ 27,000 രൂപ വെച്ച് നമ്മൾ ഈ 5 വർഷം അടച്ചത് ഒരു 16 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലോണിനകത്ത് കുറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ഇത് തെളിവ് സഹിതമാണ് ഞാൻ കാണിക്കുന്നത്, 1 ലക്ഷം രൂപ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര നാൾ ജോലി ചെയ്യും, ഒരു മനുഷ്യൻ എത്ര നാൾ ഈ ലോൺ അടയ്ക്കും? ലോൺ കുറയണ്ടേ? അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വീട് വിൽക്കണമെന്ന് പറഞ്ഞു. വീട് വിൽക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആദ്യം പറഞ്ഞത് ആൾക്കാർ വരട്ടെ, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ മുഖാന്തരം 2-3 ആൾക്കാർ വന്നു എന്നറിഞ്ഞപ്പോൾ ഇവരുടെ ലക്ഷണം മാറി. ഇവർ അതിന് സമ്മതിക്കത്തില്ല എന്ന് വന്ന ആൾക്കാരോട് പറഞ്ഞു. ഞങ്ങൾ അതിനെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച സമയത്ത് ഈ വീട് വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ ഇറങ്ങിത്തരത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ വീടാണ്, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരിലിരിക്കുന്ന വീടാണ്. ആ വീടിൻ്റെ പേരിൽ ഞങ്ങൾ ലോൺ എടുത്തത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇവരുടെ കടം തീർക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പ്രൂഫാണ് ഞാനിപ്പോൾ കാണിച്ചത്. കാരണം ഞങ്ങൾ മീററ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ലോൺ തുക ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതും ഞങ്ങളത് ഇവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തതും. അല്ലാതെ അതെടുത്ത് ഞങ്ങൾ കാര്യം ചെയ്തില്ല. എന്നിട്ട് അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. എന്നിട്ട് പിന്നീട് ഞങ്ങൾ അറിയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും RDOക്ക് ഇവർ പരാതി കൊടുത്തെന്നുള്ളതാണ്. ആ പരാതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഒട്ടും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യം. അതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ആയിട്ടും ഒരു 5 പൈസ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഞാനോ എൻ്റെ ഹസ്ബൻഡോ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും അമ്മയും അച്ഛനെ സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ. കാരണം അത്രയ്ക്ക് ആ മനുഷ്യൻ തകർന്നു. ഇവർ കേസ് കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ 5 പൈസ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവരുടെ പേരിലുള്ള വീട് ഇവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ എഴുതി മേടിച്ചിട്ട് ഇപ്പം അത് വിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് RDOക്ക് പരാതി കൊടുത്തത്. അങ്ങനെ ഇവരുടെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ SI വിളിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. ഞങ്ങൾ SI എടുത്ത് ഞങ്ങൾക്കൊണ്ട ഈ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു പുള്ളിയെടുത്ത്. അപ്പോൾ പുള്ളിയും ഞങ്ങളോട് പറഞ്ഞത് തിരക്കട്ടെ,
നാട്ടിൽ തിരക്കിയാൽ അറിയാമല്ലോ, നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാമല്ലോ, തിരക്കിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ നാട്ടിൽ വരേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ വരാം, കാരണം ഇതിലൊന്നും തെളിവില്ലാത്തതും ഒരു കാര്യമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വരാം. അപ്പോൾ പുള്ളി തിരക്കിയതിന് ശേഷം പിന്നെ ഞങ്ങളെ വിളിച്ച് പുള്ളി പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല, കാരണം ഇതൊരു വ്യാജ പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ എൻക്വയറി ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അപ്പം നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതങ്ങനെ അതിൻ്റെ രീതിയിൽ പോയി. എന്നിട്ട് നമുക്ക് വീട് വിൽക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് സംസാരിച്ച്, കാരണം നമുക്ക് വേറെ വഴിയില്ല. അപ്പം അതുകൊണ്ട് സംസാരിച്ചപ്പോൾ ഇവർ ഒരു തരത്തിലും അടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ നമുക്ക് കരയോഗമാണ് ഉള്ളത്. അപ്പോൾ കരയോഗത്തിൽ നമ്മൾ ഇതുപോലൊരു പരാതി എഴുതി കൊടുത്തു. ആദ്യം നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, അവർ പോയി സംസാരിച്ച്. ആദ്യം ആ കരയോഗത്തിൽ വേറെ ഒരു ആൾക്കാരായിരുന്നു ഇരുന്നത്, അവർ സംസാരിച്ച്, വാർഡ് മെമ്പറെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ച്. പിന്നീട് കരയോഗം മാറി വേറെ കുറച്ച് ആൾക്കാർ വന്നു, അവരെ വിളിച്ച് സംസാരിച്ച്. അങ്ങനെ അവർ പോയി സംസാരിച്ച്, എന്നിട്ട് ഒരു രീതിയിലും അടുക്കുന്നില്ല. അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവിനെ എന്തുമാത്രം ചവിട്ടി താഴ്ത്താവോ ആ രീതിയിലൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ 1 രൂപ കൊടുത്തിട്ടില്ല. ഞാൻ 100 പവനുമായിട്ട് വന്ന ആ 100 പവന് ഞാനാണ് ഉപയോഗിച്ചത് എൻ്റെ എന്തോ കാര്യത്തിന്. എന്നെപ്പറ്റിയും എൻ്റെ ഭർത്താവിനെ പറ്റിയും പറയുന്ന കാര്യം ഇതാണ്. അതെനിക്ക് ഒരു രീതിയിലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി നിൽക്കുക. ഒന്നുമില്ല, പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ട് നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത്ര വേദന വരത്തില്ല. ഇതെല്ലാം എല്ലാ ആൾക്കാരോടും ഞങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ആഡംബരക്കാരിയാണ്, എൻ്റെ ആഡംബരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ലോൺ എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തെളിവ് കാണിച്ചത്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരാളെപ്പറ്റി നമ്മളിങ്ങനെ പറയുമ്പോൾ തെളിവ് കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തപ്പോൾ എനിക്കൊരു 155 രൂപയായി. എന്ന് വെച്ചാൽ അത്രയും തോനെ കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്. കാരണം ഇപ്പോൾ ഒട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എനിക്കിപ്പോൾ ഒട്ടും മനസ്സില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് പറഞ്ഞ് സങ്കടം പറയാൻ പോലും ആരുമില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സ് എപ്പോൾ കൈവിട്ട് പോകുമെന്ന് അറിയത്തില്ല. എൻ്റെ ഭഗവാനെ, എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സ് കൈവിട്ട് പോവല്ലേ, എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതാക്കല്ലേ. കാരണം അമ്മയില്ലാത്തതിൻ്റെ ദുഃഖം എന്നെക്കാൾ കൂടുതൽ ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അമ്മ മരിച്ച് ആ 2 മാസത്തിൽ ഉള്ളിൽ ഞാനും എൻ്റെ ആങ്ങളെ അനുഭവിക്കാൻ തുടങ്ങിയതാണ്, അമ്മയില്ലാത്തത് കൊണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അമ്മയില്ലാത്തതിൻ്റെ വിഷമം. അതുകൊണ്ട് എൻ്റെ മക്കളെയും കൊന്നേ ഞാൻ ചാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊന്ന് ഞാൻ മരിച്ചാൽ, ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദികൾ എൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയായിരിക്കും. കാരണം ഇല്ലായ്മ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല അവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ദൈവം ഇനി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ കർമ്മ ഉണ്ടെന്നോ എല്ലാം ഉണ്ട്. കർമ്മ എന്തായാലും കിട്ടും, അവനവൻ ചെയ്യുന്ന അവനവന് തന്നെ കിട്ടും. പക്ഷെ എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മളെപ്പറ്റി ഞങ്ങളെ ചവിട്ടി താഴ്ത്തുന്നത് അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ, കാരണം എൻ്റെ മനസ്സ് കൈവിട്ട് പോകല്ലേ എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മനസ്സ് കൈവിട്ട് പോയി ഞാൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അതിന് 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉത്തരവാദികൾ, എൻ്റെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും. ഇതെല്ലാം തെളിവുകളായിട്ടും ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഫോണിലായിട്ടും കിടപ്പുണ്ട്. എല്ലാത്തിനും തെളിവുള്ള കാര്യമാണ്. ഇത്രയും കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ആരൊക്കെ കാണുന്നു അവരെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനുമാണ് നിങ്ങളെ വളർത്തിയത്, നിങ്ങളെല്ലാം കൊടുത്തോ. പക്ഷെ നിങ്ങൾക്ക് നാളെ ഒരു ജീവിതം ഉണ്ടെന്നും
നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്നും ഫാമിലി ഉണ്ടാകുമെന്നും നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അല്ലാതെ എല്ലാ അച്ഛനും അമ്മയ്ക്കും കൊടുത്താൽ ഇതുപോലെ ഇരിക്കും.